ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതികുമാർ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് 2026 ആഗസ്റ്റ് 2 ചൊവ്വാഗ്രഹം മിഥുനം രാശിയിലേക്ക് രാശി മാറുകയാണ്. അപ്പോൾ ചൊവ്വാഗ്രഹം മിഥുനം രാശിയിലേക്ക് രാശി മാറുന്നതിൻ്റെ ഗുണദോഷങ്ങൾ ഓരോ കൂറുകാർക്കും ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ചൊവ്വ ആഗസ്റ്റ് 2 മിഥുനം രാശിയിലേക്ക് രാശി മാറുന്നത്. സെപ്റ്റംബർ 18 വരെ ആ ചൊവ്വ മിഥുനം രാശിയിൽ ഉണ്ടാകും. മിഥുനം രാശി എന്ന് പറയുമ്പോൾ കാലപുരുഷൻ്റെ 3ാം ഭാവ രാശിയാണ്. അതുപോലെ അത് ബുധൻ്റെ രാശിയാണ്. ആ ബുധൻ്റെ രാശിയിലേക്കാണ് ചൊവ്വ വരുന്നത്. ചൊവ്വയെ സംബന്ധിച്ചിടത്തോളം ബുധൻ്റെ രാശി ശത്രുരാശിയാണ്. അപ്പോൾ കാലപുരുഷൻ്റെ 3ാം ഭാവ രാശിയിലേക്ക് ചൊവ്വ വരിക എന്ന് പറയുമ്പോൾ ചൊവ്വ പൊതുവേ നമ്മുടെ ഒരു ആക്ടിവിറ്റിയുടെ ഗ്രഹമാണ്. അതുപോലെ നമ്മുടെ ഊർജ്ജസ്വലതയുടെ ഗ്രഹമാണ്, പോരാട്ട വീര്യത്തിൻ്റെ ഗ്രഹമാണ്, അതേസമയം ക്ഷമയില്ലായ്മയുടെ ഗ്രഹമാണ്, കോമ്പറ്റിറ്റീവ് സ്പിരിറ്റിൻ്റെ ഗ്രഹമാണ്, കോപത്തിൻ്റെ ഗ്രഹമാണ്, വികാരാവേശത്തിൻ്റെ ഗ്രഹമാണ്, സഹോദര കാരകത്വത്തിൻ്റെ ഗ്രഹമാണ്, സാങ്കേതികവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുടെയൊക്കെ ഒരു ഗ്രഹമായിട്ട് നമുക്ക് ചൊവ്വയെ കാണാം. അപ്പോൾ ചൊവ്വ മിഥുനം രാശിയിൽ ബുധൻ്റെ രാശിയിൽ വരുമ്പോൾ പ്രത്യേകിച്ച് ഗണിതം, അതുപോലെ കമ്മ്യൂണിക്കേഷൻ, എഴുത്ത്, ചർച്ചകൾ, അതുപോലെ തന്നെ നമ്മുടെ സ്കിൽ ഡെവലപ്മെൻറ്റ്, പഠനം, വാണിജ്യം ഇത്യാദി കാര്യങ്ങളിലൊക്കെ ഫോക്കസ് കൂടാനും സാധ്യതയുണ്ട്. അതേസമയം കാലപുരുഷൻ്റെ 3ാം ഭാവ രാശി അത് ചൊവ്വയുടെ ശത്രുരാശി ആയതുകൊണ്ട് നമ്മൾ സ്പീച്ചിൽ അല്പം ശ്രദ്ധിക്കണം. ഷാർപ്പായിട്ടൊക്കെ സംസാരിക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ അത് വാഗ്വാദങ്ങളിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ കെയർ കൊടുത്ത് പോവുക. അപ്പോൾ എങ്ങനെയാണ് ഈ ചൊവ്വാഗ്രഹം മിഥുനം രാശിയിലേക്ക് രാശി മാറുന്നത്, ഓരോ കൂറുകാരെയും ലഗ്നക്കാരെയും സ്വാധീനിക്കുന്നത് എന്ന് നോക്കാം. ഈ വീഡിയോയിൽ ചിങ്ങം, കന്നി, തുലാം, വൃശ്ചിക കൂറുകാർക്കും ലഗ്നക്കാർക്കും ചൊവ്വയുടെ മിഥുനം രാശിയിലേക്കുള്ള രാശിമാറ്റം എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാകും നോക്കാം. ആദ്യം ചിങ്ങക്കൂറുകാർക്കും ചിങ്ങ ലഗ്നക്കാർക്കും. ഇപ്പം ചിങ്ങക്കൂറുകാരെന്ന് പറയുമ്പോൾ മകം, പൂരം, ഉത്തര നക്ഷത്രത്തിൻ്റെ ആദ്യ പാദം. അപ്പം ചിങ്ങക്കൂറുകാർക്കും ചിങ്ങ ലഗ്നക്കാർക്കും അത് അവരെ സംബന്ധിച്ചിടത്തോളം 4ഉം 9ഉം ഭാവാധിപനാണ് ചൊവ്വ. അപ്പോൾ ഈ 4ഉം 5ഉം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ ഈ കൂറുകാരുടെ 11ലേക്കാണ് രാശി മാറുന്നത്. നേട്ടത്തിൻ്റെ സ്ഥാനത്തേക്കാണ് രാശി മാറുന്നത്. സെപ്റ്റംബർ 18 വരെ ഈ ചൊവ്വാഗ്രഹം 11 നേട്ടത്തിൻ്റെ സ്ഥാനത്ത് ഉണ്ടാകും. അപ്പോൾ ഈ ചൊവ്വ എന്ന് പറയുന്നത് ചിങ്ങക്കുറുകാരെ സംബന്ധിച്ചിടത്തോളം ഗുണം കൊടുക്കുന്ന ഗ്രഹമാണ്, യോഗകാരകനാണ്. യോഗകാരകനായിട്ടുള്ള ഗ്രഹം നേട്ടത്തിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നു. അവിടെ നിന്നിട്ട് ഈ ചൊവ്വാഗ്രഹം ഈ കുറുകാരുടെ 2, 5, 6 ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ പൊതുവേ നമ്മൾ നോക്കുമ്പോൾ ആഗ്രഹങ്ങൾ സാധിക്കുന്നതിന് അനുകൂലമായിട്ടുള്ള ഒരു സ്ഥിതി ഈ ചൊവ്വയുടെ 11ാം ഭാവരാശിയിലെ രാശിമാറ്റം കൊണ്ട് ഉണ്ടാകും എന്ന് പറയാം. പ്രത്യേകിച്ച് 9ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ 9ാം ഭാവാധിപനാണ്, ഭാഗ്യഭാവാധിപനാണ്. ഭാഗ്യഭാവാധിപൻ 11 വരിക എന്ന് പറയുമ്പോൾ സാമ്പത്തികമായിട്ട് നേട്ടങ്ങളുണ്ടാകും. അതുപോലെ ധനനേട്ടത്തിന് സാധ്യതയുള്ള സമയമാണ്. പ്രത്യേകിച്ച് തൊഴിൽ വഴിയോ ബിസിനസ് വഴിയോ സുഹൃത്തുക്കൾ വഴിയോ ദൂരയാത്രകൾ വഴിയോ ഹയർ എഡ്യൂക്കേഷൻ വഴിയോ നമുക്ക് ധനാഗമനം കൂടുന്ന സമയം എന്ന് പറയാം. അതുപോലെ തന്നെ നമുക്ക് പൊതുവെ നമ്മുടെ പവർ, നമ്മുടെ പൊസിഷൻ ഇവയൊക്കെ ഉയരാനും സാധ്യതയുണ്ട്. നമ്മുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കാനൊക്കെ അനുകൂല സമയമാണ്. 11ലാണ് ആ ചൊവ്വയുടെ സ്ഥിതി. അപ്പോൾ ലക്ഷ്യങ്ങൾ കൈവരിക്കാനുള്ള പ്ലാന്, അതിൻ്റെ തന്ത്രങ്ങളൊക്കെ കരുപിടിപ്പിക്കുന്നതിന് അനുകൂലമായിട്ടുള്ള സമയമായിട്ട് കാണുന്നുണ്ട്. അതുപോലെ നമ്മൾ ഉന്നത വ്യക്തികളുമായിട്ടുള്ള ബന്ധം കൊണ്ടൊക്കെ ചിലപ്പോൾ വലിയ നേട്ടങ്ങൾ ഈ സമയത്ത് പ്രതീക്ഷിക്കാം. വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങളെ ശക്തിപ്പെടുത്തുന്നതിനൊക്കെ സാധ്യതയുള്ള സമയവും കൂടെയാണ്. പൊതുവേ നമുക്ക് ഫ്രണ്ട്സ് വഴി, സാമൂഹ്യ ബന്ധങ്ങൾ വഴി, ദൂരയാത്രകൾ വഴി, ഹയർ എഡ്യൂക്കേഷൻ വഴി നമുക്ക് ചില ഭാഗ്യനേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. അതേസമയം നമ്മൾ ഈ ഉന്നത വിദ്യ അഭ്യസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം
പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്ക് പഠന മികവിൻ്റെയൊക്കെ സമയവും കൂടിയാകും. 4, 9 ഭാവാധിപനാണ് ചൊവ്വ. പഠന മികവിൻ്റെ സമയമാണ്. 4ാം ഭാവാധിപനായതുകൊണ്ട് കുടുംബത്തിൽ നമുക്ക് ഈ 4ാം ഭാവാധിപൻ ഭാഗ്യസ്ഥാനത്തൊക്കെ വന്ന് ഈ 11-ലൊക്കെ വന്ന് നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് 4ാം ഭാവസംബന്ധമായിട്ടുള്ള പല നേട്ടങ്ങൾ അവർക്ക് ഉണ്ടാകാം. പ്രത്യേകിച്ച് വീട്, വസ്തുക്കളൊക്കെ വാങ്ങാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക്, അതുപോലെ ജംഗമ വസ്തുക്കളൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അനുകൂല സമയമാണ്. ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് വഴിയൊക്കെ നേട്ടങ്ങളുണ്ടാകും. ഇപ്പോൾ ആ കൃഷി വഴിയൊക്കെ സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ വീട് പുതുക്കുന്നതിനോ വീട് വാങ്ങുന്നതിനോ ഒക്കെ സാധ്യതയുള്ള സമയമാണ്. പൊതുവെ നമ്മുടെ പ്രവർത്തന മേഖലകളിൽ ലാഭവർദ്ധനവിന് സാധ്യതയുണ്ട്. മാതൃസ്വത്ത് ലഭിക്കുന്നതിന് ചിലർക്ക് സാധ്യത കാണുന്നുണ്ട്. മാതാവിന് ചില നേട്ടങ്ങൾ ചിലപ്പോൾ ഈ 4ാം ഭാവാധിപൻ 11-ൽ വരിക വഴി ഉണ്ടാകും. അതുപോലെ വിദേശ ബന്ധം വഴി നേട്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്ന സമയം കൂടെ ആണ് എന്നും കൂടെ മനസ്സിലാക്കുക. അതേസമയം നമ്മൾ ഈ ചൊവ്വ പ്രത്യേകിച്ച് ഈ 11ാം ഭാവരാശിയിൽ സഞ്ചരിക്കുമ്പോൾ, പ്രത്യേകിച്ച് സെപ്റ്റംബർ ഈ ആഗസ്റ്റ് 12 ആവുമ്പോൾ ചൊവ്വാഗ്രഹം തിരുവാതിര നക്ഷത്രത്തിലൂടെ സഞ്ചരിക്കുന്നു. സെപ്റ്റംബർ 2 ആവുമ്പോൾ ആ ചൊവ്വാഗ്രഹം പുണർതം നക്ഷത്രത്തിലൂടെ സഞ്ചരിക്കുന്നു. അതിൽ ഈ ചൊവ്വാഗ്രഹം തിരുവാതിര നക്ഷത്രത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ, തിരുവാതിര എന്ന് പറയുന്നത് രാഹുവിൻ്റെ നക്ഷത്രമാണ്. അപ്പോൾ ചൊവ്വാഗ്രഹം രാഹുവിൻ്റെ നക്ഷത്രത്തിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ അത് 11ാം ഭാവവും കൂടിയാണ്. അപ്പം ചിലരെ സംബന്ധിച്ചിടത്തോളം ചില സുഹൃത്തുക്കൾ ചിലപ്പോൾ അവരുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് കാരണം 11-ലെ തിരുവാതിര നക്ഷത്രത്തിലൂടെ ചൊവ്വ സഞ്ചരിക്കുമ്പോൾ, ചൊവ്വ തർക്കത്തിൻ്റെ ഗ്രഹമാണ്. അതുപോലെ തിരുവാതിര നക്ഷത്രം എന്ന് പറയുന്നത് തന്നെ രാഹുവിൻ്റെ നക്ഷത്രമാണ്. അതും ഡിസ്പ്യൂട്ടിൻ്റെ ഗ്രഹമാണ്. അപ്പോൾ ആ നക്ഷത്രത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ പ്രത്യേകിച്ച് 11ാം ഭാവസംബന്ധമായ ചില കാര്യങ്ങളിൽ നമ്മൾ സുഹൃത്തുക്കളുമായിട്ടൊക്കെ ചിലപ്പോൾ നമുക്ക് വാഗ്വാദങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവിടെ ഒന്ന് കെയർ കൊടുത്ത് പോകുന്നത് നല്ലതാണ്. അതുപോലെ നമുക്ക് ഈ സാമൂഹ്യ ബന്ധങ്ങളിലുമൊക്കെ തന്നെ ഒരു ശ്രദ്ധ ആവശ്യമായിട്ടുള്ള സമയമായിട്ട് കാണുന്നുണ്ട്. അതേസമയം നമ്മൾ ഈ ചൊവ്വ സെപ്റ്റംബർ 2 ആകുമ്പോൾ പുണർത നക്ഷത്രത്തിൽ ഇറങ്ങുന്നു. അതായത് അത് ഗുരുവിൻ്റെ നക്ഷത്രമാണ്. അപ്പം അത് നമുക്ക് ഗുരുവിൻ്റെ നക്ഷത്രത്തിലൂടെയൊക്കെ പോകുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് വളരെ ഗുണാനുഭവം ഉണ്ടാകും. നമുക്ക് ഈ പ്രത്യേകിച്ച് നമ്മുടെ ജോയിൻ്റ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ സംരംഭങ്ങളൊക്കെ നടത്തുന്നവർക്ക് വളരെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ്. വിദേശ ബന്ധം വഴിയൊക്കെ സാമ്പത്തിക നേട്ടം ഉണ്ടാകും. അതുപോലെ ചിലരെ സംബന്ധിച്ചിടത്തോളം ഈ ഗുരുക്കന്മാരുടെയൊക്കെ ഗൈഡൻസ്, നമുക്ക് മാർഗനിർദ്ദേശങ്ങൾ, അതൊക്കെ നമുക്ക് നേട്ടം ഉണ്ടാകുന്ന ഒരു സ്ഥിതിയിലേക്ക് നമ്മളെ നയിക്കാൻ വഴിതെളിക്കും എന്നും കൂടെ മനസ്സിലാക്കുക. അതുപോലെ തന്നെ നമ്മൾ ഈ പ്രത്യേകിച്ച് ഈ ചൊവ്വ 4, 9 ഭാവാധിപനാണ്. അപ്പോൾ നമ്മൾ ഈ ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ പ്രത്യേകിച്ച് ചൊവ്വ 5-ലൊക്കെ ദൃഷ്ടി ചെയ്യുന്ന സമയമായതുകൊണ്ട് സ്പെക്കുലേറ്റീവ് ബിസിനസ്, ഓഹരി വിപണികളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ, ക്രിയേറ്റീവ് വർക്ക് ചെയ്യുന്നവർ, ഇവർക്കൊക്കെ പൊതുവെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ കമിതാക്കളെ സംബന്ധിച്ചിടത്തോളം അല്പം ടെൻഷനൊക്കെ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം. കഴിവതും തർക്കങ്ങൾ ഉണ്ടാകാതെ നോക്കണം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ഈ 5-ലൊക്കെ ചൊവ്വയുടെ ദൃഷ്ടി വരുമ്പോൾ നമ്മൾ ഒന്ന് കെയർ കൊടുത്ത് പോവുക. അതുപോലെ ചൊവ്വ 6-ലും ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ 6-ലൊക്കെ ചൊവ്വ ദൃഷ്ടി ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്ക് ഈ തൊഴിലിടത്ത് എന്തെങ്കിലുമൊക്കെ വർക്ക് ചലഞ്ചസ് ഉണ്ടെങ്കിൽ ആ ചലഞ്ചസൊക്കെ നമുക്ക് അതിജീവിക്കാൻ കഴിയും. തൊഴിലിടത്തെ പ്രശ്നങ്ങൾ അതിജീവിക്കാൻ കഴിയും. വ്യവഹാരങ്ങൾ, തൊഴിൽ സംബന്ധമായിട്ടെന്തെങ്കിലും വ്യവഹാരങ്ങളുണ്ടെങ്കിൽ ആ വ്യവഹാരങ്ങളൊക്കെ നമുക്ക് അനുകൂലമാക്കാനൊക്കെ കഴിയാവുന്ന സമയമാണ് എന്നും കൂടെ മനസ്സിലാക്കുക. അതുപോലെ കടബാധ്യത ഉള്ളവർക്ക് കടബാധ്യത കുറയ്ക്കാൻ കഴിയുന്ന സമയമാണ്. കടം വീടാൻ കഴിയും. ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്ക് അതിൽ നിന്ന് ആശ്വാസം ഉണ്ടാകുന്ന സമയം കൂടെയാണ് ചൊവ്വ 6-ലൊക്കെ ദൃഷ്ടി ചെയ്യുമ്പോൾ. അപ്പോൾ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനിലൊക്കെ പങ്കെടുക്കുന്നവർക്ക്, ഇൻ്റർവ്യൂകളിൽ പങ്കെടുക്കുന്നവർക്ക് വിജയം പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. പൊതുവെ ശത്രുക്കളുടെയൊക്കെ ശല്യം കുറയാവുന്ന സമയമാണ് ഈ 6-ൽ ചൊവ്വയുടെ ദൃഷ്ടി വരുമ്പോൾ. അപ്പോൾ കുജൻ്റെ സ്ഥിതി നമുക്ക് അത് നേട്ടം ഉണ്ടാക്കും എന്ന് തന്നെ പറയാം. അപ്പോൾ പൊതുവെ നമുക്ക് ഈ ചൊവ്വയെ സംബന്ധിച്ചിടത്തോളം ഈ കുറുകാരുടെ 2-ലും 5-ലും 6-ലും ഒക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് 6-ലെ ദൃഷ്ടി എന്ന് പറയുന്നത് പൊതുവെ നമുക്ക്
കോമ്പറ്റീറ്റീവ് തലത്തിലൊക്കെ ഗുണാനുഭവം ഉണ്ടാക്കുന്നതിന് ആ ചൊവ്വ വഴിതെളിക്കും എന്ന് പറയാം. പൊതുവെ ചൊവ്വ 11-ലാണ് രാശി മാറുന്നു എന്നുള്ളത് കൊണ്ട് ആഗ്രഹങ്ങൾ സഫലമാകുന്ന സമയമാണെന്ന് പറയാം. ഇപ്പം 12-ലൊക്കെ ഗുരു നിൽക്കുന്നത് കൊണ്ട് കുറച്ച് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി പണച്ചെലവൊക്കെ ഉണ്ടാക്കുമെങ്കിലും നമുക്ക് പണവരവിന് ഈ ചൊവ്വ 11-ലേക്ക് രാശി മാറുന്നത് വഴിതെളിക്കും എന്ന് തന്നെ പറയാം. ഇനി കന്യകൂറുകാർക്കും കന്യലഗ്നക്കാർക്കും ചൊവ്വ മിഥുനം രാശിയിലേക്ക് രാശി മാറുന്നത് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം. കന്യകൂറുകാരെന്ന് പറയുമ്പോൾ ഉത്തര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 3 പാദം, അതുപോലെ അത്തം, അതുപോലെ ചിത്തിര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 2 പാദത്തിൽ പെടുന്നവർ. അപ്പോൾ ഈ കന്യകൂറുകാർക്കും കന്നി ലഗ്നക്കാർക്കും ചൊവ്വ എന്ന് പറയുന്നത് 3-ാം ഭാവാധിപനുമാണ്, അഷ്ടമ ഭാവാധിപനുമാണ്. അപ്പോൾ ഈ 3ഉം 8ഉം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ ആഗസ്റ്റ് 2-ന് അവരുടെ 10-ാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത്. സെപ്റ്റംബർ 18 വരെ ഈ ചൊവ്വ 10-ാം ഭാവരാശിയിൽ ഉണ്ടാകും. അപ്പം അവിടെ നിന്നിട്ട് ആ ചൊവ്വ പ്രത്യേകിച്ച് ജന്മരാശിയിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്, 4-ൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്, 5-ലും ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പം കന്നിക്കൂറുകാർക്കും കന്നി ലഗ്നക്കാർക്കും ചൊവ്വ എന്ന് പറയുന്നത് ഇഷ്ടഭാവാധിപത്യമുള്ള ഒരു ഗ്രഹമെന്ന് പറയാൻ കഴിയില്ല. മാത്രമല്ല ആ ചൊവ്വ ശത്രു രാശിയിലാണ് രാശി മാറുന്നത്. ഇപ്പം 10-ലെ ചൊവ്വ എന്ന് പറയുമ്പോൾ പൊതുവേ നമുക്ക് ദിഗ്ബലം നൽകും. പക്ഷേ ചൊവ്വ അഷ്ടമ ഭാവാധിപനുമാണ്, 3-ാം ഭാവാധിപനുമാണ്. 3-ാം ഭാവ സംബന്ധമായ കാര്യങ്ങൾക്ക് ഗുണം. അപ്പം 8-ാം ഭാവത്തിൽ നമ്മൾ വരുമ്പോൾ പൊതുവെ അഷ്ടമ ഭാവാധിപനും കൂടെയാണ്. അപ്പം തൊഴിലിടത്ത് നമ്മൾ പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടായെന്ന് വരാം. ഇപ്പം അതേസമയം ചിലപ്പോൾ കരിയർ തലത്തിലൊക്കെ പ്രൊമോഷൻ ട്രാൻസ്ഫർ അപ്പോൾ ഒരു ദൂരസ്ഥലത്തേക്കൊരു മാറ്റം, അതുപോലെ തന്നെ അധികാരം അതൊക്കെ മെച്ചപ്പെടുത്തുന്നതിൽ ചിലപ്പോൾ തൊഴിലിടത്ത് നമുക്ക് അംഗീകാരങ്ങളൊക്കെ നമ്മൾ അപ്രതീക്ഷിതമായിട്ടുള്ളൊരു മാറ്റമായിരിക്കും ഈ 10-ാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുക വഴി ഉണ്ടാകുന്നത്. കാരണം ദിഗ്ബലമുള്ള ചൊവ്വയാണ്. എങ്കിലും അഷ്ടമ ഭാവാധിപത്യം വരുമ്പോൾ മാറ്റം അവിടെ ഉണ്ടാകും. അപ്പം ഒരു ട്രാൻസ്ഫർമേഷൻ്റെ സമയം എന്ന് പറയാം, തൊഴിലിൽ പരിവർത്തനത്തിൻ്റെ സമയമാണ്. അപ്പം തൊഴിൽ സ്ഥലവുമായിട്ട് ചിലർക്ക് പുതിയ സ്ഥലത്തൊക്കെ ജോലിയിലൊക്കെ പോകുമ്പോൾ ആ തൊഴിൽ സ്ഥലവുമായിട്ട് പൊരുത്തപ്പെട്ടു വരാനുള്ള ഒരു വൈഷമ്യമൊക്കെ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം. അതുപോലെ ചിലരെ സംബന്ധിച്ചുള്ളതും തൊഴിലിടത്തിൽ ലീഡർഷിപ്പ് തലത്തിലേക്ക് ഉയരാനൊക്കെ സാധ്യതയുണ്ട്. ചിലർക്ക് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോൾ ദൂരെ യാത്രകൾ ഈ സമയത്ത് വേണ്ടി വരും. അതുപോലെ ഈ തൊഴിലിൽ നമുക്ക് ഉത്തരവാദിത്വം, വർക്ക് ലോഡൊക്കെ കൂടാവുന്ന സമയമാണ്. അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു സുഖക്കുറവ് അവിടെ ഉണ്ടാകും. അങ്ങനെ 8-ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ 10-ൽ വരുമ്പോൾ അങ്ങനെയുള്ള ചില പ്രയാസങ്ങൾ നമുക്ക് ഉയർച്ചയും കാര്യങ്ങളൊക്കെ തരും. എങ്കിലും നമുക്ക് അതിലൊരു സുഖക്കുറവ് അവിടെ കാണിക്കുന്നുണ്ട്. ചിലർക്ക് തൊഴിലിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങളും ഈ അഷ്ടമ ഭാവാധിപനായിട്ടുള്ള ചൊവ്വ 10-ൽ വരുമ്പോൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് എന്നും കൂടെ മനസ്സിലാക്കുക. ഇപ്പം നിയമപ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് നമ്മൾ ഈ അവയ്ക്കൊക്കെ ഒരു കെയർ കൊടുത്ത് പോകണം. അതേസമയം ചൊവ്വ 3-ാം ഭാവാധിപനും കൂടിയാണ്. അപ്പം 3-ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ ആണ് ഈ 10-ൽ വരുന്നു എന്നുള്ളത് കൊണ്ട് നമുക്ക് തൊഴിലിടത്ത് കറേജൊക്കെ ഉണ്ടാവും. തൊഴിലിടത്ത് നമുക്ക് ധൈര്യം, അതുപോലെ തൊഴിലിടത്ത് നമ്മുടെ സ്കില്ലൊക്കെ ഡെവലപ്പ് ചെയ്യുന്നതിനൊക്കെ സാധ്യതയുണ്ട്. തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നിരവധി യാത്രകൾ ചിലപ്പോൾ ഈ സമയത്തുണ്ടാകാം. സഹോദരങ്ങൾക്ക് ചിലപ്പോൾ തൊഴിലിൽ ഉയർച്ച പ്രതീക്ഷിക്കാം. അതുപോലെ അതേസമയം തൊഴിലിടത്ത് നമുക്ക് പൊളൈറ്റായിട്ട് ബിഹേവ് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ മേലുദ്യോഗസ്ഥരുമായിട്ട് നല്ല ഒരു കമ്മ്യൂണിക്കേഷൻ, അവരുമായിട്ട് നല്ലൊരു ഇൻ്ററാക്ഷനൊക്കെ ഉണ്ടാകണം. എന്ന് വെച്ചാൽ സംസാരത്തിലൊക്കെ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. കുജൻ അപ്പോൾ ഈ പ്രത്യേകിച്ച് ഈ ആഗസ്റ്റ് 12 ആകുമ്പോൾ 10-ാം ഭാവരാശിയിൽ തിരുവാതിര നക്ഷത്രത്തിലൂടെയും സെപ്റ്റംബർ 2 ഈ ചൊവ്വ പുണർന്ന നക്ഷത്രത്തിലൂടെയും സഞ്ചരിക്കുകയാണ്. അപ്പം ചൊവ്വ 10-ാം ഭാവരാശിയിൽ തിരുവാതിര നക്ഷത്രത്തിൽ രാഹുവിൻ്റെ നക്ഷത്രത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ, രാഹു തർക്കത്തിൻ്റെ ഗ്രഹമാണ്, ചൊവ്വയും തർക്കത്തിൻ്റെ ഗ്രഹമാണ്. അതെവിടെയാണ്? തൊഴിൽ സ്ഥാനം. അപ്പോൾ അവിടെ നമ്മൾ പ്രത്യേകിച്ച് ചില മേഖലകൾ, ഇപ്പോൾ IT, അതുപോലെ എൻജിനീയറിങ്, ഡിജിറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള മേഖലകൾ, സൈബർ റിലേറ്റഡ് ആയിട്ടുള്ള ഏരിയകൾ, ഇവിടെയൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ഗുണാനുഭവം ഉണ്ടാകും രാഹുവിൻ്റെ നക്ഷത്രത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ. അതേസമയം കോമ്പറ്റീഷൻ മത്സരങ്ങളൊക്കെ പങ്കെടുക്കുന്നവർക്കും ഗുണാനുഭവം ഉണ്ടാകും. അതേസമയം നമുക്ക് തൊഴിലവസരങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ നമ്മൾ തൊഴിലെടുത്ത് കമ്മ്യൂണിക്കേഷനിൽ വളരെ ശ്രദ്ധിക്കണം. മേലുദ്യോഗസ്ഥരോടൊക്കെ സംസാരിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. തൊഴിലിടത്ത് കൂടെ വർക്ക് ചെയ്യുന്നവരോട് സംസാരിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. അതേസമയം നമുക്ക് തൊഴിലിടത്ത് പുതിയ സ്കില്ല്
പുതിയ കഴിവുകൾ ഒക്കെ നമുക്ക് പ്രകടിപ്പിക്കാൻ അവസരങ്ങൾ ലഭിക്കുന്ന സമയം കൂടെയാണ്. അവിടെയാണ് നമ്മൾ ഈ ചൊവ്വ ഈ രാഹുവിൻ്റെ നക്ഷത്രത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ചില അനുഭവം ഉണ്ടാകും, അതേസമയം ചില ദോഷാനുഭവം ഉണ്ടാകും. അത് കഴിഞ്ഞ് ചൊവ്വ നമ്മുടെ ഈ പുണർ നക്ഷത്രത്തിലൂടെ സഞ്ചരിക്കുകയാണ്. അത് ഗുരുവിൻ്റെ നക്ഷത്രമാണ്. അത് സെപ്റ്റംബർ 2 മുതലാണ് ആ സഞ്ചാരം. അതൊക്കെ നമുക്ക് ഗുണാനുഭവം ഉണ്ടാകും. കർമ്മസംബന്ധമായിട്ട് നമുക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കും. നമ്മുടെ പ്രകോപനപരമായിട്ടുള്ള റിയാക്ഷൻ കൺട്രോൾ ചെയ്യാൻ സഹായകമാകും. ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകുന്നതിന് അത് വഴിതെളിക്കും. അപ്പോൾ പൊതുവെ നമുക്ക് സാമ്പത്തിക നേട്ടം, അതുപോലെ നമുക്ക് നമ്മുടെ പഠനത്തിലൊക്കെ നേട്ടങ്ങൾ, ഇവയൊക്കെ ഉണ്ടാകുന്നതിന് ചൊവ്വ ഗുരുവിൻ്റെ നക്ഷത്രത്തിലൂടെ സഞ്ചരിക്കുന്നത് വഴി ഉണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള ചില ഗുണാനുഭവങ്ങൾ ചൊവ്വ പുണർന്ന നക്ഷത്രത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകും എന്ന് തന്നെ പറയാം. ഇനി നമുക്ക് ഈ ചൊവ്വ എന്ന് പറയുന്നത് ജന്മരാശിയിലാണ് ദൃഷ്ടി ചെയ്യുന്നത്. ചൊവ്വ 10 നിന്ന് ജന്മരാശിയിലൊക്കെ ദൃഷ്ടി ചെയ്യുമ്പോൾ, ഇപ്പോൾ ജന്മരാശിയിലൊക്കെ ചൊവ്വ വരുമ്പോൾ നമുക്കൊരു ചുറുചുറുക്ക്, ധൈര്യമൊക്കെ ഉണ്ടാകും. നമ്മുടെ കോൺഫിഡൻസ് ലെവലൊക്കെ വരും. ഏത് കാര്യത്തിൽ നമുക്ക് നേടാമെന്നുള്ളൊരു വിശ്വാസം, ആത്മവിശ്വാസം ഉണ്ടാകും. അതേസമയം എന്ത് കാര്യമായാലും അഭിപ്രായങ്ങളൊക്കെ വെട്ടിത്തുറന്ന് പറയുന്ന ഒരു പ്രകൃതം ആ സമയത്ത് വരാം. അതുപോലെ പ്രകോപനപരമായിട്ട് നമ്മൾ പ്രതികരിക്കും. അപ്പോൾ ഒരു കോപം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ യാത്രകളിലും ഡ്രൈവിങ്ങിലും ഒക്കെ തന്നെ ഒരു കെയർ ആവശ്യമാണ്. അതുപോലെ എക്വിപ്മെൻ്റൊക്കെ ഉപയോഗിച്ച് പണി ചെയ്യുന്നവർ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഇഞ്ചുറി വരാതെയൊക്കെ നോക്കണം. പ്രത്യേകിച്ച് ആ ചൊവ്വ ഒരു ഇഞ്ചുറിയുടെ ഗ്രഹവും കൂടെയാണ്. എങ്കിലും നമുക്ക് തൊഴിൽപരമായിട്ട് കുറച്ച് ഊർജ്ജസ്വലതയൊക്കെ ഉണ്ടാകാവുന്ന സമയമായിട്ടും കൂടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ചൊവ്വ 4 ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ 4 ചൊവ്വ ദൃഷ്ടി ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ വീട്, വാഹനം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കൈവരിക്കുന്നതിനൊക്കെ അനുകൂല സമയമാണ്. ഇപ്പോൾ ഒരു വീട് പുതുക്കാൻ അനുകൂല സമയമാണ്, വസ്തു വാങ്ങാൻ അനുകൂല സമയമാണ്, റിയൽ എസ്റ്റേറ്റ് ബിസിനസ് വഴിയൊക്കെ നേട്ടങ്ങളുണ്ടാകും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് ഇതുണ്ട്. അതേസമയം 4 ചൊവ്വയുടെ ദൃഷ്ടി വരുമ്പോൾ കുടുംബത്തിൽ അംഗങ്ങളുമായിട്ടൊക്കെ കമ്മ്യൂണിക്കേഷനിൽ വളരെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ ബന്ധുക്കളുമായിട്ടൊക്കെ ഉണ്ടാകുന്നത് അത് കുടുംബത്തിലൊരു സുഖക്കുറവിനൊക്കെ വഴിതെളിക്കുമെന്നും കൂടെ മനസ്സിലാക്കുക. അതുപോലെ നമ്മൾ ഡ്രൈവിങ്ങിൽ 4 ചൊവ്വയുടെ ദൃഷ്ടി വരുമ്പോൾ ഡ്രൈവിങ്ങിൽ ശ്രദ്ധിക്കണം, കമ്മ്യൂണിക്കേഷനിലൊക്കെ ശ്രദ്ധിക്കണം. അപ്പം അല്പ ക്ഷമയൊക്കെ ഈ സമയത്ത് ഈ കുറുകാർക്ക് വേണം. അതേസമയം നമ്മൾ ഈ ചൊവ്വ 5 ദൃഷ്ടി ചെയ്യുന്നുണ്ട്. 5 ചൊവ്വ ദൃഷ്ടി ചെയ്യുക എന്ന് പറയുമ്പോൾ ഉച്ചദൃഷ്ടിയാണ്. അപ്പം 5 ചൊവ്വ ഉച്ചദൃഷ്ടി ചെയ്യുമ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ്. പ്രത്യേകിച്ച് അവരുടെ കോമ്പറ്റേറ്റീവ് സ്പിരിറ്റൊക്കെ കൂടും. ഇപ്പോൾ എൻട്രൻസ് ടെസ്റ്റിലൊക്കെ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്കൊക്കെ നല്ല പെർഫോമൻസൊക്കെ കാഴ്ചവെക്കാൻ കഴിയുന്ന സമയമാണ്. ക്രിയേറ്റീവ് തലത്തിലൊക്കെ ശോഭിക്കും, ടീച്ചിങ്ങിലൊക്കെ ശോഭിക്കും. സ്പെക്കുലേറ്റീവ് ബിസിനസ്, ഓഹരി വിപണി, ഇവയിലൊക്കെ തന്നെ അവർ പ്രതീക്ഷിക്കുന്നത് പോലെയുള്ള ഗുണാനുഭവം ഉണ്ടാകും. പ്രത്യേകിച്ച് 5ാം ഭാവം എന്ന് പറയുന്നത് ചൊവ്വയുടെ ഉച്ചരാശിയാണ്. അപ്പോൾ ഉച്ചരാശിയിൽ ആ ചൊവ്വയുടെ ദൃഷ്ടി വരുമ്പോൾ ആ ഭാവസംബന്ധമായിട്ടുള്ള ചില ഗുണാനുഭവങ്ങൾ ചൊവ്വയുടെ ദൃഷ്ടി കൊണ്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നമുക്ക് റിയൽ എസ്റ്റേറ്റ്, സ്പെക്കുലേറ്റീവ് ബിസിനസ്, ഇവയൊക്കെ നമുക്ക് ഗുണാനുഭവം തരും. അതേസമയം പേരൻസിൻ്റെയൊക്കെ ആരോഗ്യകാര്യത്തിൽ ഒരു ശ്രദ്ധ കൊടുത്തു പോകണം. സന്താനങ്ങൾക്ക് അവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയുള്ള മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതേസമയം ചിലപ്പോൾ സന്താനങ്ങളുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനൊക്കെ സാധ്യതയുണ്ടെന്നും കൂടെ മനസ്സിലാക്കുക. ഇനി തുലാക്കൂറുകാർക്കും തുലാലഗ്നക്കാർക്കും ചൊവ്വ മിഥുനം രാശിയിലേക്ക് രാശി മാറുന്നത് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന് നോക്കാം. തുലാക്കൂറുകാരെന്ന് പറയുമ്പോൾ ചിത്ര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 2 പാദം, ചോതി, അതുപോലെ വിശാഖ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 3 പാദത്തിൽ പെടുന്നവരാണ്. അപ്പോൾ തുലാക്കൂറുകാർക്കും തുലാലഗ്നക്കാർക്കും ചൊവ്വ എന്ന് പറയുന്നത് 2ാം ഭാവാധിപനാണ്, 7ാം ഭാവാധിപനാണ്. ആ 2, 7 ഭാവാധിപനായിട്ടുള്ള ചൊവ്വ ആഗസ്റ്റ് 2 അവരുടെ ഭാഗ്യസ്ഥാനത്തേക്ക്, ഇപ്പോൾ അഷ്ടമത്തിൽ നിൽക്കുകയാണ്, പാകിസ്ഥാനത്തേക്ക് രാശി മാറുന്നു. സെപ്റ്റംബർ 18 വരെ ചൊവ്വ പാകിസ്ഥാനത്ത് ഉണ്ടാകും. ഇപ്പോൾ ചൊവ്വ ആ പാകിസ്ഥാനത്ത് നിന്നുകൊണ്ട് ഈ കുറുകാരുടെ 3, 4, 12 ഈ 3 രാശികളിലും ചൊവ്വയുടെ ദൃഷ്ടി വരുന്നുണ്ട്. ഇപ്പോൾ 2ഉം 7ഉം ഭാവാധിപത്യം ചൊവ്വയ്ക്ക് വരുന്നു എന്നുള്ളത് കൊണ്ട് ഒരു മാരകത്വം ആ ചൊവ്വയ്ക്ക് നമുക്ക് വേണമെങ്കിൽ പറയാം. 2, 7ഉം ഭാവാധിപത്യം ഉള്ളതുകൊണ്ട് ചൊവ്വ ഒരു മാരകഗ്രഹമാണ് എന്നും കൂടെ പറയാം. ഇപ്പോൾ ശത്രു രാശിയിലേക്കാണ് ആ ചൊവ്വയുടെ രാശി മാറ്റം. ഇപ്പോൾ 2ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ അവിടെ വരുമ്പോൾ ഭാഗ്യസ്ഥാനത്തേക്കാണ് വരുന്നത്. അപ്പോൾ അത് നമുക്ക് ധനപരമായിട്ടുള്ള ചില നേട്ടങ്ങൾക്ക് വഴിതെളിക്കും. ധനപരമായിട്ടുള്ള ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകും. അത് ചിലപ്പോൾ വിദേശ ബന്ധം വഴിയൊക്കെ നമുക്ക് സാമ്പത്തിക നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം.
ഹയർ എഡ്യൂക്കേഷൻ വഴി നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാകാം. ഇപ്പം പുതിയ കോഴ്സുകളൊക്കെ ചെയ്യാൻ, വിദേശത്തൊക്കെ പുതിയ കോഴ്സുകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ നല്ല സമയമാണ് എന്ന് തന്നെ പറയാം. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ചൊവ്വ 7ാം ഭാവാധിപനാണ്. 7ാം ഭാവാധിപനെ ചൊവ്വയാണ് ഭാഗ്യസ്ഥാനത്ത് വരുന്നത്. അതൊക്കെ ജീവിത പങ്കാളിക്ക് എന്തെങ്കിലുമൊക്കെ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യത കാണിക്കുന്നുണ്ട്. ജീവിത പങ്കാളി വഴി നമുക്ക് ചില നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ നമ്മൾ ഈ പ്രത്യേകിച്ച് ജീവിത പങ്കാളിക്ക് ചിലപ്പോൾ വിദേശ യാത്രയ്ക്കോ അല്ലെങ്കിൽ വിദേശത്ത് എന്തെങ്കിലും തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ വിദേശത്ത് ബന്ധത്തിനൊക്കെ സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങളൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ്. സാമ്പത്തികമായിട്ടുള്ള ഭാഗ്യമുണ്ട്. ജീവിത പങ്കാളിക്ക് ആത്മീയ ചിന്ത കൂടുന്നതിനും സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് 7ാം ഭാവാധിപൻ 9ലാണ് വരുന്നത്. ആത്മീയ ചിന്ത കൂടാം. അതൊക്കെ ചിലപ്പോൾ അവരുടെ ദാമ്പത്യ ബന്ധത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നിലവിലുണ്ടെങ്കിൽ അത്തരം പ്രശ്നങ്ങൾ കുറയുന്നതിനൊക്കെ ആ ചൊവ്വ ഭാഗ്യസ്ഥാനത്തേക്ക് വരുന്നത് വഴിതെളിക്കും. ബിസിനസ് വഴിയൊക്കെ ഭാഗ്യനേട്ടം, വിദേശ ബന്ധം വഴിയൊക്കെ ഭാഗ്യനേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. അതേസമയം ഈ ചൊവ്വ ഈ കുറുകാരുടെ ഭാഗ്യസ്ഥാനത്ത് 2 നക്ഷത്രം, പ്രത്യേകിച്ച് തിരുവാതിര നക്ഷത്രം, അതുപോലെ പുണർന്ന നക്ഷത്രം. തിരുവാതിര നക്ഷത്രത്തിലൂടെയും ആഗസ്റ്റ് 12 മുതൽ ആ ചൊവ്വ തിരുവാതിര നക്ഷത്രത്തിലൂടെ, അതായത് രാഹുവിൻ്റെ നക്ഷത്രമാണ് ഈ തിരുവാതിര നക്ഷത്രം. ആ രാഹുവിൻ്റെ നക്ഷത്രത്തിലൂടെ ചൊവ്വ സഞ്ചരിക്കുന്ന സമയമാണ്. അപ്പോൾ ചൊവ്വ തിരുവാതിര നക്ഷത്രത്തിലൂടെ സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ രാഹു തന്നെ തർക്കത്തിൻ്റെ ഗ്രഹമാണ്, ചൊവ്വയും തർക്കത്തിൻ്റെ ഗ്രഹമാണ്. അത് 9ലാണ് എന്നുള്ളത് കൊണ്ട് നമുക്ക് നമ്മുടെ വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട, നമ്മുടെ ഈ ഫെയ്ത്തുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചില ചലഞ്ചസ് ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം. അപ്പം അവിടെ അത് ശ്രദ്ധിക്കണം. അതുപോലെ ഈ ഉന്നത പഠനം ഒക്കെ നടത്തുന്നവർ, പ്രത്യേകിച്ച് ഈ തിരുവാതിര നക്ഷത്രത്തിലൂടെ ആ ചൊവ്വ സഞ്ചരിക്കുമ്പോൾ സീനിയർ അധ്യാപകർ, മെൻറ്റേഴ്സ്, ഗുരുക്കന്മാർ, അവരുമായിട്ട് നമുക്ക് ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവിടെ നമ്മൾ ശ്രദ്ധിക്കണം. അതിൽ നമ്മൾ ശ്രദ്ധിച്ചു പോവുക. അത് കഴിഞ്ഞ് സെപ്റ്റംബർ 2 ആവുമ്പോൾ ആ ചൊവ്വാഗ്രഹം രാഹുവിൻ്റെ നക്ഷത്രത്തിൽ നിന്ന് മാറി പുണർദം, ഗുരുവിൻ്റെ നക്ഷത്രത്തിൽ, വേഴത്തിൻ്റെ നക്ഷത്രത്തിലേക്ക് ഇറങ്ങുകയാണ്. അത് നമുക്ക് പ്രത്യേകിച്ച് നമുക്ക് ഈ മുതിർന്ന അധ്യാപകരുമായിട്ട് എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിച്ച് അവരുമായിട്ട് നല്ലൊരു ബന്ധമൊക്കെ സ്ഥാപിച്ച് അവരുടെയൊക്കെ മാർഗനിർദ്ദേശങ്ങൾ, ഗൈഡ് ലൈൻസ്, അവരുടെ ഗൈഡൻസ് ഒക്കെ നമുക്ക് നമ്മുടെ ഉയർച്ചയ്ക്ക് അത് വഴിതെളിക്കും എന്ന് പറയാം. അപ്പോൾ അവരുമായിട്ട്, അതുപോലെ ഹയർ എഡ്യൂക്കേഷൻ തലത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ആ പ്രയാസങ്ങളൊക്കെ പരിഹരിക്കുന്നതിനൊക്കെ തന്നെ വളരെ അനുകൂലമായിട്ടുള്ള സ്ഥിതിയായിരിക്കും ആ ഗുരുവിൻ്റെ നക്ഷത്രത്തിലൂടെ ചൊവ്വ സഞ്ചരിക്കുമ്പോൾ. മാത്രമല്ല ചില ഭാഗ്യാനുഭവങ്ങൾ നമുക്ക് ഉണ്ടാകും. ആ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുന്നതിന് ഗുരു കടാക്ഷമൊക്കെ ലഭിക്കാൻ സാധ്യതയുള്ള സമയവും കൂടെയാണ് നമ്മുടെ മനസ്സിലാക്കുക. അവിടെ ഈ 9 നിൽക്കുന്ന ചൊവ്വാഗ്രഹം പ്രത്യേകിച്ച് ഈ കുറുകാരുടെ, പ്രത്യേകിച്ച് ഇപ്പോൾ ഗുരു 2ലൊക്കെ ദൃഷ്ടി ചെയ്യുന്ന സമയമാണ്. ഈ കുറുകാർക്ക് 2 ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട്. അപ്പോൾ നമുക്ക് സാമ്പത്തികമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കാൻ അനുകൂല സമയമാണ്. അതുപോലെ കുടുംബ ബിസിനസ്സിലൊക്കെ അപ്രതീക്ഷിതമായിട്ടുള്ള ചില നേട്ടങ്ങളൊക്കെ ചിലപ്പോൾ അവർക്ക് ഈ സമയത്തുണ്ടാകാം. ചൊവ്വ 12 ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ 12 ചൊവ്വ ദൃഷ്ടി ചെയ്യുക എന്ന് പറയുമ്പോൾ യാത്രകൾ, പഠനം, അതുപോലെ ധർമ്മചിന്തയൊക്കെ കൂടുന്നതിന് സാധ്യതയുണ്ട്. ആത്മീയ കാര്യങ്ങളിലൊക്കെ താല്പര്യം കൂടാൻ സാധ്യത കാണിക്കുന്നുണ്ട്. വിദേശയാത്രകൾ, ദൂരയാത്രകൾ, ഇവയൊക്കെ പ്ലാൻ ചെയ്യുന്നതിനും സാധ്യത കാണുന്നുണ്ട്. വിദേശത്തെ തൊഴിൽ, ബിസിനസ് ചെയ്യുന്നവർക്ക് പൊതുവെ ചിലവ് കൂടാൻ സാധ്യതയുള്ള സമയം കൂടെയാണ്. അതുപോലെ ഉന്നത പഠനം നടത്തുന്നവർക്ക് വലിയ പ്രശ്നങ്ങളില്ല, പക്ഷേ പഠനവുമായി ബന്ധപ്പെട്ടുള്ള ചിലവുകളൊക്കെ ചിലപ്പോൾ വന്നു വരാം. ചൊവ്വ 3 ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ 3ലൊക്കെ ചൊവ്വയുടെ ദൃഷ്ടി ചെയ്യുമ്പോൾ നമുക്കൊരു കോമ്പറ്റീറ്റീവ് സ്പിരിറ്റ് കൂടും. നമ്മളുടെ സ്കില്ലൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന സമയമാണ്. അതുപോലെ കമ്മ്യൂണിക്കേഷനിലൊക്കെ ഒരു ശ്രദ്ധ കൊടുക്കണം, പ്രത്യേകിച്ച് ആ 3 ചൊവ്വയുടെ ദൃഷ്ടി വരുമ്പോൾ. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രവർത്തിക്കുന്നവർ, അവർക്കൊക്കെ അവരുടെ എന്തെങ്കിലുമൊക്കെ നമ്മൾ മീഡിയയിലൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ വളരെ കെയർ വേണം. അതെന്തെങ്കിലും വിവാദങ്ങളിലേക്കൊക്കെ വഴിതെളിക്കാൻ സാധ്യതയുണ്ട് എന്നും കൂടെ മനസ്സിലാക്കുക. 3 ചൊവ്വയുടെ ദൃഷ്ടി വരുന്നു. അപ്പം കഴിവതും മറ്റുള്ളവരുടെയൊക്കെ ഉപദേശമൊക്കെ സ്വീകരിച്ച് നമ്മൾ ശരി ചെയ്ത് തെറ്റതെന്ന് മനസ്സിലാക്കി പ്രതികരിക്കാൻ ശ്രമിക്കുക. അതുപോലെ സഹോദരങ്ങളുമായിട്ടൊക്കെ ചിലപ്പോൾ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. ചിലർക്ക് പെട്ടെന്ന് യാത്രകൾ,
തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടോ പഠനവുമായിട്ട് ബന്ധപ്പെട്ടോ ഒക്കെ ചിലപ്പോൾ യാത്രകൾ വേണ്ടി വരുന്ന സമയമാണ്. എങ്കിലും യാത്രകളിലൊക്കെ ഒരു കെയർ വേണം. അതുപോലെ ഈ എഴുത്തിൽ പ്രഭാഷണത്തിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർ കഴിവതും അവരുടെ വാക്കുകളിലൂടെ അഗ്രസീവ് എനർജി ഈ പ്രദർശിപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം നമുക്ക് തീക്ഷ്ണമായിട്ടൊക്കെ നമ്മൾ എഴുത്തിലൊക്കെ തീക്ഷ്ണത വരും. അപ്പോൾ അത് ചിലപ്പോൾ എന്തെങ്കിലും വിമർശനങ്ങൾക്കൊക്കെ വിധേയമാകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ പൊതുവെ നമുക്ക് ഈ കുടുംബത്തിൽ തർക്കങ്ങളോ മറ്റു പ്രശ്നങ്ങളൊക്കെ 4-ലൊക്കെ ആ ചൊവ്വയുടെ ദൃഷ്ടി വരുന്നുണ്ട്. 4 എന്ന് പറഞ്ഞ ചൊവ്വയുടെ ഉച്ച രാശിയും കൂടിയാണ്. 4-ലൊക്കെ ചൊവ്വയുടെ ദൃഷ്ടി വരുമ്പോൾ അത് പ്രത്യേകിച്ച് ഉച്ചദൃഷ്ടിയാകുമ്പോൾ നമുക്ക് വസ്തു, വീട്, അതുപോലെ വീട് പുതുക്കൽ, അതുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ വളരെ അനുകൂല സമയമാണ്. കുടുംബത്തിലൊക്കെ ഫോക്കസ് കൂടും. മാത്രമല്ല ആ 4-ൽ ഗുരുവിൻ്റെ ദൃഷ്ടിയും കൂടെ ഉണ്ട്. അപ്പോൾ ചൊവ്വ 4 ദൃഷ്ടി ചെയ്യുന്നത് കൊണ്ട് ഒരു ബന്ധുക്കളുമായിട്ടൊക്കെ ചിലപ്പോൾ കമ്മ്യൂണിക്കേഷനിലൊക്കെ അല്പം തീക്ഷ്ണമായിട്ടൊക്കെ സംസാരിക്കാമെങ്കിലും അതൊക്കെ നിയന്ത്രിക്കുന്നതിന് ആ ഗുരുവിൻ്റെ ദൃഷ്ടി 4 വരുന്നത് നല്ലതാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില ഗുണാനുഭവങ്ങൾ ആ ചൊവ്വയുടെ രാശിമാറ്റം കൊണ്ട് തുലാക്കൂറുകാർക്കും തുലാലഗ്നക്കാർക്കും ഉണ്ടാകും. ഇനി വൃശ്ചികക്കൂറുകാർക്കും വൃശ്ചികലഗ്നക്കാർക്കും ചൊവ്വ മിഥുനം രാശിയിലേക്ക് രാശി മാറുന്നത് എങ്ങനെ ആയിരിക്കും അവരെ സ്വാധീനിക്കുന്നു നോക്കാം. വൃശ്ചികക്കൂറുകാരെന്ന് പറയുമ്പോൾ വിശാഖ നക്ഷത്രത്തിൻ്റെ അവസാന പാദം, അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാരാണ്. ഇപ്പോൾ വൃശ്ചികക്കൂറുകാർക്കും വൃശ്ചികലഗ്നക്കാർക്കും ജന്മലഗ്ന രാശ്യാധിപനാണ് ചൊവ്വ. ആ ചൊവ്വ ജന്മലഗ്ന രാശ്യാധിപൻ മാത്രമല്ല 6ാം ഭാവാധിപനും കൂടിയാണ് ചൊവ്വ. അപ്പോൾ 1ഉം 6ഉം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ ആഗസ്റ്റ് 2-ന് അവരുടെ അഷ്ടമത്തിലേക്കാണ് രാശി മാറുന്നത്. സെപ്റ്റംബർ 18 വരെ ആ ചൊവ്വ അഷ്ടമരാശിയിലുണ്ടാകും. അതുപോലെ ഈ അവിടെ നിൽക്കുന്ന ചൊവ്വ ഈ കുറുകാരുടെ 11, 2, 3 ഈ രാശികളിലൊക്കെ ആ ചൊവ്വയുടെ ദൃഷ്ടി വരുന്നുണ്ട്. അപ്പോൾ ചൊവ്വയുടെ രാശി മാറ്റത്തെക്കാളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ആ ചൊവ്വയുടെ ദൃഷ്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ അഷ്ടമരാശി എന്ന് പറയുന്നത് ബുധൻ്റെ രാശിയാണ്, ചൊവ്വയുടെ ശത്രുരാശിയാണ്. ഇപ്പോൾ ജന്മലഗ്ന രാശ്യാധിപൻ അഷ്ടമരാശിയിലേക്ക് വരിക എന്ന് പറയുമ്പോൾ ഒരു ട്രാൻസ്ഫർമേഷൻ്റെ സമയം എന്ന് പറയാം. അത് ഈ മാറ്റം എന്ന് പറയുന്നത് അവരുടെ ഔട്ടർ സ്പേസിലല്ല, ഇന്നർ സ്പേസിലാണ് മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മുടെ ചിന്തകളിൽ, നമ്മുടെ വീക്ഷണങ്ങളിൽ, നമ്മുടെ കാഴ്ചപ്പാടിൽ പൊടുന്നനെ ഒരു മാറ്റം ഈ സമയത്ത് വരാം. റിസർച്ച്, എൻക്വയറി, ഇൻഷുറൻസ്, അതുപോലെ ഹെൽത്ത്, അതുപോലെ ആഡിറ്റിംഗ്, അക്കൗണ്ടിങ്, ബാങ്കിങ് ഇത്യാദി മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ഗുണാനുഭവം ഉണ്ടാകും. നിഗൂഢ ശാസ്ത്രങ്ങളിലൊക്കെ താല്പര്യമുണ്ട്. ആസ്ട്രോളജി പോലെയുള്ള കാര്യങ്ങളിലൊക്കെ കൂടുതൽ വിശ്വാസം വരും. ഗവേഷണത്തിലും അന്വേഷണത്തിലും ഒക്കെ തന്നെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അവരുടെ ലക്ഷ്യങ്ങളൊക്കെ സാധിക്കാവുന്ന സമയമാണ്. 6ാം ഭാവാധിപനുടെയാണ് ആ ചൊവ്വ അഷ്ടമത്തിലേക്ക് വരുന്നു. അപ്പോൾ നമ്മുടെ ബാഡ് ഹാബിറ്റ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ ബാഡ് ഹാബിറ്റ് മാറുന്നതിന് അനുകൂല സമയമാണ്. അതുപോലെ ദൂരയാത്രകളിൽ, ഡ്രൈവിങ്ങിലൊക്കെ ഒരു കെയർ വേണം. ഫിനാൻഷ്യലായിട്ടുള്ള പ്ലാനിങ് ഒക്കെ ആവശ്യമായിട്ടുള്ള സമയമായിട്ടും കൂടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ അനാവശ്യ കാര്യങ്ങളിൽ ഇടപെടുന്നത് ദോഷം ചെയ്യും എന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുക. അവയിലൊക്കെ ഒരു കെയർ വേണം. സ്പിരിച്വൽ തലത്തിലൊക്കെ ഫോക്കസ് കൂടണം. അപ്പോൾ ചൊവ്വ 6ാം ഭാവാധിപനും കൂടെയാണ്. അപ്പോൾ ഈ 6ാം ഭാവാധിപനെ ചൊവ്വ അഷ്ടമരാശിയിലേക്ക് വരിക എന്ന് പറയുമ്പോൾ അതിൽ വിപരീത രാജയോഗമാണ്. അപ്പോൾ 6ാം ഭാവസംബന്ധമായ കാര്യങ്ങൾക്ക് നമുക്ക് ഒരു കുറവ്, അതായത് ഇപ്പോൾ നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് കുറവ് എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് നമുക്ക് ആശ്വാസം ഉണ്ടാകും. 6ാം ഭാവാധിപൻ 8-ലേക്ക് വരികയാണ്. അപ്പോൾ 6ാം ഭാവസംബന്ധമായ കാര്യങ്ങൾക്ക് നമുക്ക് അതുകൊണ്ടുണ്ടാകുന്ന പ്രയാസങ്ങൾക്ക് നമുക്ക് ഒരു പരിഹാരം ഉണ്ടാകും എന്ന് പറയാം. ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് പരിഹാരം ഉണ്ടാകും. അതുപോലെ തന്നെ നമുക്ക് തൊഴിലിടത്ത് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നിലവിലുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ കഴിയും. അതുപോലെ കടബാധ്യത ഉള്ളവർക്ക് ആ കടബാധ്യതയിൽ നിന്ന് ഒരു മോചനം ഉണ്ടാകാൻ കഴിയും, കടം കുറയ്ക്കാൻ കഴിയും. അതുപോലെ വ്യവഹാരങ്ങളിൽ നമുക്ക് ഒരു പരാജയ ഭീതിയൊക്കെ തുടക്കത്തിൽ ഉണ്ടാകുമെങ്കിലും അതിൽ നിന്നൊക്കെ നമുക്ക് വിജയത്തിലേക്ക് നീങ്ങാവുന്ന സമയം കൂടെയാണ്. ബന്ധുക്കളുമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും. തൊഴിലിൽ എന്തെങ്കിലും തൊഴിലിടത്ത് ഗൂഢാലോചനകളിൽ ഇരയാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തർക്കങ്ങൾ കഴിവതും പറഞ്ഞു തീർത്ത് പോകാൻ നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ഈ അഷ്ടമരാശിയിലാണ് ചൊവ്വ വരുന്നത്. അഷ്ടമരാശിയിൽ
ചൊവ്വ തിരുവാതിര നക്ഷത്രത്തിലൂടെ സഞ്ചരിക്കുകയാണ് ആഗസ്റ്റ് 12 മുതൽ. അത് കഴിഞ്ഞ് സെപ്റ്റംബർ 2 ആ ചൊവ്വ പുണർതം നക്ഷത്രത്തിൽ ഗുരുവിൻ്റെ നക്ഷത്രത്തിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. ഇപ്പോൾ ചൊവ്വ തിരുവാതിര നക്ഷത്രത്തിലൂടെ സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് നമുക്ക് ഇൻഹെറിറ്റൻസ് റിലേറ്റഡ് ആയിട്ടുള്ള വിഷയത്തിൽ, ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ, ടാക്സ്, റവന്യൂ, അങ്ങനെ അതുപോലെ ഈ പാർട്ടീഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ, അതിലൊക്കെ എന്തെങ്കിലും പ്രയാസങ്ങൾ, ഇഷ്യൂസൊക്കെ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ ചൊവ്വ സെപ്റ്റംബർ 2 ആവുമ്പോൾ ഗുരുവിൻ്റെ നക്ഷത്രത്തിൽ പുണർത നക്ഷത്രത്തിലേക്ക് ഇറങ്ങുകയാണ്. അത് നമുക്ക് പ്രത്യേകിച്ച് ധനപരമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിൽ നിന്നൊരു പരിഹാരം ഉണ്ടാകും. നിയമപ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകും. അപ്പം പൊതുവേ നമുക്ക് അല്പം ഡിവൈൻ ഹെൽപ്പ് കിട്ടാവുന്ന സമയം കൂടെയാണ് എന്നും കൂടെ മനസ്സിലാക്കുക. അപ്പോൾ ആ ചൊവ്വ ഈ പൊതുവേ 11 ദൃഷ്ടി ചെയ്യുന്ന സമയമാണ്. ചൊവ്വ 11 ദൃഷ്ടി ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്ക് അവിചാരിതമായ സോഴ്സുകളിൽ നിന്ന്, പ്രത്യേകിച്ച് 8 നിന്നാണ് ചൊവ്വ 11 ദൃഷ്ടി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അവിചാരിതമായ സോഴ്സുകളിൽ നിന്ന് നമുക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാകാവുന്ന സമയമാണ്. അത് ചിലപ്പോൾ ഇൻഷുറൻസ് ആകാം. ഇൻഷുറൻസ് ക്ലെയിം കൊടുത്തിട്ട് നമുക്ക് സമയത്തിന് കിട്ടിയില്ലെങ്കിൽ, അത് സെറ്റിൽ ചെയ്തില്ലെങ്കിൽ അത് സെറ്റിൽ ചെയ്യാൻ സാധ്യതയുണ്ട്. ഇൻഷുറൻസ് ക്ലെയിം കിട്ടാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ജീവിത പങ്കാളി വഴി എന്തെങ്കിലുമൊക്കെ ധനാഗമനത്തിന് സാധ്യതയുണ്ട്. ഇൻഹെറിറ്റൻസ് റിലേറ്റഡ് ആയിട്ട് സാമ്പത്തിക നേട്ടങ്ങളൊക്കെ സാധ്യത കാണുന്നുണ്ട്. ഫ്രണ്ട്സ്, അതുപോലെ സോഷ്യൽ റിലേഷൻ വഴിയൊക്കെ എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾക്ക് ആ 11 ചൊവ്വയുടെ ദൃഷ്ടി വഴിതെളിക്കുമെന്ന് പറയാം. പൊതുവെ നമ്മുടെ ചില ആഗ്രഹങ്ങൾ നിർവഹിക്കാൻ കഴിയുന്ന സമയം എന്ന് പറയാം. അപ്പോൾ നമ്മൾ കഴിവതും നമ്മുടെ ബഡ്ജറ്റിംഗ് ഒക്കെ ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ബഡ്ജറ്റിംഗ് വഴി നമ്മുടെ സമ്പാദ്യം വർദ്ധിപ്പിക്കാനുള്ള ഒരു ശ്രമം നമുക്ക് ഈ സമയത്ത് ഉണ്ടാകും. എങ്കിലും നമ്മൾ ഒരു പ്രത്യേകിച്ച് ചൊവ്വ ഈ 2 ദൃഷ്ടി ചെയ്യുമ്പോൾ നമുക്ക് സമ്പാദ്യ വർധനവ്, ചെലവിലൊക്കെ ഒരു നിയന്ത്രണം വരുത്തി സമ്പാദ്യ വർധനവ് ഉണ്ടാക്കുമെങ്കിലും നമ്മുടെ സംസാരത്തിൽ ശ്രദ്ധിക്കണം. 2 ചൊവ്വയുടെ ദൃഷ്ടി വരുമ്പോൾ സംസാരത്തിൽ ശ്രദ്ധിക്കണം. അത് പ്രത്യേകിച്ച് അതുപോലെ തന്നെ ഈ നമ്മുടെ കൈവശമുള്ള പണം അനധികൃതമായിട്ട് വേസ്റ്റ് ചെയ്യാനുള്ളൊരു പ്രവണത ചിലപ്പോൾ ഈ സമയത്തുണ്ടാകും. അവിടെയും നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുക. സാൻമാർഗികമായ അല്ലാത്ത കാര്യങ്ങളിൽ നിന്നൊക്കെ നമ്മൾ വിട്ടു നിൽക്കണം. അതിനൊക്കെയാണ് ഈ ചൊവ്വ 2 ദൃഷ്ടി ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ ഏതെങ്കിലും വഞ്ചനയിലോ ചതിയിലോ പെട്ട നമ്മുടെ കൈവശമുള്ള പണം നഷ്ടപ്പെടാതിരിക്കാനും ശ്രദ്ധിക്കണം. അതുപോലെ ഈ ചൊവ്വ പ്രത്യേകിച്ച് ഈ കൂറുകാരുടെ 3 ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് 3-ാം ഭാവം എന്ന് പറഞ്ഞാൽ ചൊവ്വയുടെ ഉച്ചരാശിയാണ്. ഇപ്പോൾ ചൊവ്വയുടെ ഉച്ചരാശിയിൽ ചൊവ്വ ദൃഷ്ടി ചെയ്യാണ് 3. അപ്പോൾ കമ്മ്യൂണിക്കേഷനൊക്കെ ശക്തമാകും എങ്കിൽ തന്നെയും നമ്മൾ അത് മുഖാന്തരം എന്തെങ്കിലും വിവാദങ്ങൾ ഉണ്ടാകാതിരിക്കാനൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. കുടുംബത്തിലൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ, തർക്കങ്ങളൊക്കെ ഉണ്ടാകാതെ നോക്കണം. അതുപോലെ എഴുത്തിലും പ്രഭാഷണത്തിലുമൊക്കെ കമ്മ്യൂണിക്കേഷനിലുമൊക്കെ നമ്മൾ അനുകൂല സമയമാണ് എങ്കിലും ഹാർഷായിട്ട് സംസാരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. നമ്മുടെ സ്കില്ലൊക്കെ ഡെവലപ്പ് ചെയ്യുക. നമുക്ക് നമ്മുടെ പ്രവർത്തന മേഖലയിൽ സ്കില്ലൊക്കെ ഡെവലപ്പ് ചെയ്യുന്നതിന് അനുകൂല സമയമാണ്. കഴിവതും നമ്മൾ വിവാദ പ്രസ്താവനകൾ ഉണ്ടാകാതിരിക്കുക, നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇതൊക്കെയാണ് ഈ ചൊവ്വ മിഥുനം രാശിയിലേക്ക് രാശിമാർഗ വഴി വൃശ്ചികക്കൂറുകാരും വൃശ്ചിക ലഗ്നക്കാരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.